നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാന കമ്പനികളുടെ ഇരട്ടത്താപ്പ് തുടരുകയാണ്. പൊടുന്നനെ വിമാന ടിക്കറ്റുകൾ കുറച്ച കമ്പനികളെല്ലാം തന്നെ വീണ്ടും സീസൺ എത്തിയതോടെ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന ആഘോഷങ്ങൾ കണക്കിലെടുത്താണ് വിമാന കമ്പനികളുടെ ഈ നീക്കം. ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് പറക്കാൻ പ്രവാസികൾ ഇനി അല്പം ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ടിക്കറ്റ് നിരക്ക് അത്രയും അധികമാണ് ഉയർത്തിയിരിക്കുന്നത്. ടിക്കറ്റ് നിരക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഡിസംബർ മുതൽ നിരക്ക് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറഞ്ഞ വിമാന നിരക്കിന് പേരുകേട്ട സലാം എയർ പോലും പ്രവാസികളെ കൈയൊഴിഞ്ഞ് ഡിസംബറിൽ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ഡിസംബർ 1 മുതൽ നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വൺ വേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ഡിസംബർ 2-ന് 96 റിയാലാണ് ഈടാക്കുന്നത്. ഡിസംബർ 13-ന് 108 റിയാലും 17 മുതൽ 123 റിയാലും നിരക്കുകൾ ഉയരുന്നുണ്ട്. ഡിസംബർ 23-ന് 143 റിയാലാണ് നിരക്ക്. നവംബറിലെ നിരക്കിന്റെ 3 മടങ്ങാണ് ഇത്. ഒമാൻ എയർ അടുത്ത മാസം മുതൽ ചില ദിവസങ്ങളിൽ 162 റിയാലായി നിരക്ക് ഉയർത്തുന്നുണ്ട്. 15-ന് ശേഷം ചില ദിവസങ്ങളിൽ 171 റിയാലാണ് നിരക്ക് ഈടാക്കുന്നത്. കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്ക് ഡിസംബർ ആദ്യം ചില ദിവസങ്ങളിൽ 118 റിയാൽ വരെയും 15-ന് 138 റിയാലായും ഉയരുന്നുണ്ട്. എന്നാൽ ഗോ എയർ കണ്ണൂരിലേക്ക് താരതമ്യേന കുറഞ്ഞ നിരക്കാണ് ഈടാക്കുന്നത്. ഡിസംബർ 9 വരെ 49 റിയാലും പിന്നീട് 70 റിയാലുമാണ് ഈടാക്കുന്നത്. നിലവിൽ ഗോ എയർ കണ്ണൂർ സർവീസിന് കൂടിയ നിരക്ക് 87 റിയാലാണ്. കൊച്ചിയിലേക്കും എക്സ്പ്രസ് നിരക്കുകൾ 123 റിയാലാണ്. ഇത് 143 റിയാൽ വരെ ആകുന്നുണ്ട്. സലാം എയർ തിരുവനന്തപുരത്തേക്ക് ഡിസംബറിൽ 81 റിയാലാണ് നിരക്കായി ഈടാക്കുന്നത്. ചില ദിവസങ്ങളിൽ 121 റിയാൽ വരെ ഇത് എത്തുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരത്തേക്ക് 1-ാം തീയതി മുതൽ 97 റിയാലാണ് കുറഞ്ഞ നിരക്കായി ഈടാക്കുന്നത്. പിന്നീട് അങ്ങോട്ട് 112 റിയാലായും വർദ്ധിക്കുന്നുണ്ട്. നവംബറിലുള്ള നിരക്കിനേക്കാൾ ഇരട്ടിയാണ് സ്കൂൾ അവധിക്കാലത്ത് സലാം എയർ പോലും ഈടാക്കുന്നത്. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾക്ക് ക്രിസ്മസ് ശൈത്യകാല അവധി അടുത്ത മാസം ആരംഭിക്കാനിരിക്കെയാണ് വിമാന കമ്പനികളുടെ നിരക്ക് വർധനവ്. ഡിസംബർ പകുതിയോടെ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ അടയ്ക്കുന്നതും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി നാട്ടിൽ പോകുന്നവരുടെയും തിരക്ക് മുന്നിൽ കണ്ടാണ് കേരള സെക്ടറിലേക്ക് സർവീസ് നടത്തുന്ന എല്ലാ വിമാന കമ്പനികളും യാത്രാ നിരക്കുകൾ കുത്തനെ ഉയർത്തിയത്. ഒമാനിൽ ഇന്ത്യൻ സ്കൂളുകൾക്ക് 20 ദിവസമാണ് ക്രിസ്മസ് ശൈത്യകാല അവധിയായി ലഭിക്കുന്നത്. ഇതേ തുടർന്ന് നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും കുടുംബങ്ങളും നാട്ടിലേക്ക് പോകുന്നുണ്ട്. നാട്ടിലും അവധിയായതിനാൽ നിരവധി പേർ തിരിച്ചും യാത്ര ചെയ്യാറുണ്ട്. ഒറ്റയ്ക്ക് ഒമാനിൽ കഴിയുന്ന നിരവധി പേർ നാട്ടിലെ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ഡിസംബറിൽ നാടണയും. ഇതൊക്കെ മുതലെടുത്താണ് വിമാന കമ്പനികൾ ഡിസംബറിൽ നിരക്കുകൾ ഇത്രയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ നിരക്ക് വർധനവ് പ്രവാസികൾക്കും വലിയൊരു തിരിച്ചടിയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.